എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എൻ്റെ പ്രഗ്നൻസി റിവീൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്കുണ്ടായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് ശരിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നതിൽ കുറേ അധികം പേരും എന്താ പറയുക, നേഴ്സുമാരും മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്താണെന്നറിയാം. ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസത്തെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് എല്ലാ സിംറ്റംസും, നമ്മുടെ ബോഡി ഭയങ്കര സെൻസിറ്റീവും, അതുപോലെ തന്നെ എല്ലാ സിംറ്റംസും വളരെ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയും, അതായത് കൂടിയ ലെവലിലുള്ള ഒരു സമയം, നമ്മുടെ ഹോർമോൺസിന് എല്ലാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് ആയിരുന്നു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഫില്ല് ചെയ്തതുപോലെ ഒരു ഫീല്, കഴിച്ചാലും കഴിച്ചില്ലേലും വയറ് ഭയങ്കര ബ്ലോട്ടഡ് ആയതുപോലെ. അതും രാവിലെ ഒന്നും നമുക്ക് അത്ര തോന്നില്ല, ഉച്ച കഴിഞ്ഞൊരു സമയമാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ വയറ് ബ്ലോട്ടഡ് ആയി നിൽക്കുന്നത് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ മോർണിംഗ് സിക്നസ് ആണ്, വോമിറ്റിംഗ്. അപ്പം വോമിറ്റിങ്, നോസിയേറ്റഡ് ഫീലിംഗ് അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കുറെ അധികം ആൾക്കാരിലും ഈ നോസിയേറ്റഡ് ഫീലിങ്ങും വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അധികം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ബുക്കുകളിലൊക്കെ പഠിച്ചിരിക്കുന്നത് പോലെ ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് സിക്നസ്, അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഈ മോർണിംഗ് സിക്നസിന്റെ ഈ നോസിയേറ്റഡ് ഫീലിങ്ങും വോമിറ്റിങ്ങും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ഒരു സിംറ്റം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു കാര്യം, ഭയങ്കരമായിട്ട് തളർച്ചയും ക്ഷീണമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ജോലി പോയിട്ട് 8 hours 9 hours കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടാവും, ഇല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ഷീണമുള്ള സമയത്ത് നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുമില്ല. ഈ ക്ഷീണം എന്തിന്റെ ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത് പ്രഗ്നൻസി ആണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. PCODയുടെ സിംറ്റംസ് വേഴ്സൺ ആയതാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ തളർച്ച തോന്നുന്നതും കുറച്ചും കൂടെ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ അതും കാര്യമായ ശ്രദ്ധ കൊടുത്തില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രഗ്നന്റ് ലേഡീസിൽ ഈ ക്ഷീണത്തിന്റെ കാര്യം ശരിക്കും ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, ചില ആൾക്കാർക്ക് അത്ര കുഴപ്പമൊന്നുമില്ല, എന്നാലും മാനേജ് ചെയ്യാം, അങ്ങനെ ഒരു മട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത ഒരു സിംറ്റം മൂഡ് സ്വിങ്സ് ഭയങ്കര കാര്യമായ ലെവലിൽ ഈ സമയത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇത് പ്രഗ്നന്റ് ലേഡീസിനോട് മാത്രമല്ല, ഇത് പ്രഗ്നന്റ് ലേഡീസിന്റെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ്സ്, അവരൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ എന്താ പറയുക, അകാരണമായിട്ട് സങ്കടം വരുന്നത് പോലെ തോന്നും, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ചൂടാവുന്നത് പോലെ തോന്നും. എനിക്കുണ്ടായ ഒരു പ്രശ്നം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ചില സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ ശരീരം മുഴുവൻ ഭയങ്കര ചൂട് എനിക്ക് ഫീൽ ചെയ്യും. ഈവൻ ഈ ചെവിയിൽ വരെ, ചെവിയൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂട് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ആ ടൈമിൽ ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ദേഷ്യത്തിനെ, അരിശത്തിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ എന്താ പറയുക മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ഈവൻ പ്രണവ് വരെ ചോദിക്കും, അതെന്താ അങ്ങനെ, നിനക്കെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം, ഇങ്ങനെ അല്ലായിരുന്നല്ലോ നീ, അങ്ങനെയൊക്കെ ചോദിച്ച സിറ്റുവേഷൻസ് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇതും കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് നല്ല എക്സ്ട്രീം ലെവൽ. ഇപ്പം എനിക്കുണ്ടായതുപോലെ തന്നെയാണോ മറ്റൊരാൾക്ക് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മൂഡ് സ്വിങ്സ് ഇതിൻ്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റമാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലർ ശ്രദ്ധിക്കാറുണ്ട്, ചിലർ തീരെ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു സിംറ്റമാണത്.
നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ലേഡീസിന്റെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് തട്ടിയാൽ വരെ ഭയങ്കരമായിട്ട് പെയിൻ ഫീൽ ചെയ്യുക. അതിപ്പോ നമുക്ക് ഈ മെൻസ്ട്രേഷൻ ടൈമിലും നമ്മുടെ ഈ ഹോർമോൺസിന്റെ ഈ ഏറ്റക്കുറച്ചിൽ കാരണം കൊണ്ടാണ് ഇതും ഉണ്ടാകുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ സ്റ്റിമുലേഷൻ കൂടുകയും അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷനും ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ കാരണം കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ബ്രസ്റ്റിന് ഈ പ്രശ്നം വരിക എന്നുള്ളത്. അത് കോമൺ ആണോ എന്ന് ചോദിച്ചാൽ കോമൺ ആണ്, പക്ഷെ ആൾക്കാർ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സിംറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇപ്പൊ ഞാൻ മേജറായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് സിംറ്റംസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അഡീഷണലി ഒരെണ്ണം കൂടെ എനിക്ക് പറയാനുണ്ട്. യൂറിനേഷൻ ഫ്രീക്വൻസി വ്യത്യാസം വരിക എന്നുള്ളത്. നമ്മളിപ്പം യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എത്ര തവണ ചെയ്യുന്നോ അതിലും കൂടുതൽ തവണ നമ്മുടെ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് വരിക, അതുപോലെ തന്നെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വ്യത്യാസം കൂടി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഡിഫറെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പുതിയതായിട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒരാളെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഫലം ഇങ്ങനെ കുറച്ച് നന്നായിട്ട് സക്സസ് ആയി പോകുന്നു എന്ന് കാണുമ്പോൾ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.